നമസ്കാരം. പാകിസ്ഥാനെ കശക്കിയെറിഞ്ഞ ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ. കശ്മീരിൽ നാശം വിതയ്ക്കാൻ തീവ്രവാദികളെ പറഞ്ഞയച്ച പാകിസ്ഥാനെ ഇന്ത്യ വെറുതെ വിടില്ല. അതിനു പിന്നിൽ നിരവധി കാരണങ്ങൾ ഇന്ത്യക്ക് നിരത്താനുണ്ട്. കുറച്ചുകാലമായി ഒരു സുരക്ഷിത സ്ഥലമായി കണക്കാക്കുകയും ഭീകരവിമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ജമ്മുവിൽ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. LOCയുടെ ഇടയിൽ കിടക്കുന്ന വിശാലവും ഇടതൂർന്നതുമായ വനങ്ങൾ കാരണം ജമ്മുവിന്റെ ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതി കശ്മീരിനേക്കാൾ കഠിനമാണ് എന്നത് ആദ്യമേ പറയട്ടെ. ഭീകരവാദികളുടെ ഒരു വലിയ ഷിഫ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജമ്മു മേഖലയിലെ പ്രധാന ആക്രമണങ്ങളുടെ ഒരു ക്രമം മനസ്സിലാക്കും. 2024 ജൂലൈ 16 ദോഡയിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചു. ജൂലൈ 8 കത്വ ജില്ലയിൽ സൈനിക വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതേപോലെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂൺ 11, 12 അതിലേക്ക് വരികയാണെങ്കിൽ 6 സൈനികർ ഇരട്ട ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നു. ജൂൺ 9 തീർത്ഥാടകർ നടത്തിയ ഒരു ബസ് ആക്രമണത്തിൽപ്പെടുന്ന റിയാസി ആക്രമണം 9 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നീളുന്നു ആ കണക്കുകൾ. എന്തുകൊണ്ടാണ് ആക്രമണങ്ങളുടെ അതിപ്രസരം? അതിലേക്ക് വരികയാണെങ്കിൽ സൈനികർക്കെതിരായ ആക്രമണങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അത് കശ്മീർ, പാകിസ്ഥാൻ, ചൈന എന്നതാണ്. ആദ്യം കശ്മീരിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 35 വർഷമായി കശ്മീരിൽ സ്ഥാപിച്ച സുരക്ഷാ ഗ്രിഡ് വിജയിച്ചു എന്നതാണ് ആദ്യം പറയേണ്ടത്. സേനകളിലേക്കും സുരക്ഷാ ഗ്രിഡിലേക്കും വിപുലമായ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ കാരണം ഇവിടെ ഒരു തീവ്രവാദിയുടെ ആയുസ് 1 മാസത്തിൽ കൂടുതലല്ല. അതിനാൽ കശ്മീർ ഇപ്പോൾ തീവ്രവാദികൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമല്ല എന്നതാണ് പോയിന്റ്. കൂടാതെ വൻതോതിലുള്ള പൊതുസുരക്ഷാ നിയമം, OGW, സ്വത്ത് പിടിച്ചെടുക്കൽ തുടങ്ങിയ സർക്കാർ സ്വീകരിച്ച നടപടികൾ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ വലിയ രീതിയിൽ ഭയം സൃഷ്ടിക്കുകയും തീവ്രവാദത്തിനും അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും തിരിച്ചടി നൽകുകയും ചെയ്തു. സുരക്ഷാ സേന നേരത്തെ സ്വീകരിച്ചിരുന്ന മക്കോ ടെക്നിക്കുകളുടെ നയം വളരെ മുമ്പ് തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. സംശയത്തിന്റെ നിഴലിൽ കഴിയുന്ന ആളുകളെ മാത്രമാണ് റഡാറിന് കീഴിൽ നിർത്തുന്നത്. ഭയമില്ലാതെ എവിടെയും പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഇതൊരു ആത്മവിശ്വാസം നൽകി. ജമ്മു കശ്മീരിനെ വികസിപ്പിച്ച് ഭീകര വിമുക്തമാക്കുമെന്ന വാഗ്ദാനത്തോടെ 2019 കേന്ദ്രം ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ മനസ്സിൽ ഇത് നല്ല സ്വാധീനം ചെലുത്തുകയും വിനോദസഞ്ചാരത്തിന് മുൻകാല റെക്കോർഡുകളെല്ലാം ഭേദിക്കുന്ന തരത്തിൽ ഉത്തേജനം നൽകുകയും ചെയ്തു. താഴ്വരയിലെ ജനങ്ങൾക്ക് വികസനവും ഭീകരതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനാൽ താഴ്വരയിൽ ഭീകരത കുറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ജമ്മുവിലെ ഭൂപ്രകൃതി കശ്മീരിനെ അപേക്ഷിച്ച് കുറഞ്ഞ സൈനികരുടെ സാന്നിധ്യം, പ്രകൃതിദത്ത വിഭവങ്ങൾ, അഭയകേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലാം ഭീകരർക്ക് ഒളിക്കാനും സൈന്യത്തിനെതിരെ ആക്രമണം നടത്താനും അനുയോജ്യമായ ഇടമാക്കി മാറ്റി. ഇനി പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ PMLA-ന്റെയും PPP ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയും തിരിച്ചുവരവും ഇമ്രാൻഖാന്റെ പിരിച്ചുവിടലും പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു. പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾക്ക് ലോജിസ്റ്റിക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ഇന്ത്യൻ ഏജൻസികളെ പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർ പണ്ടേ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത് തെറ്റായ ആരോപണങ്ങളായി ഇന്ത്യ എല്ലായ്പ്പോഴും നിരസിക്കുന്നുമുണ്ട്. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് പുറമെ പാകിസ്ഥാൻ മറ്റൊരു വശത്ത് ഭീകരരെ ജമ്മുവിലേക്ക് അയക്കുക മാത്രമല്ല, വിവിധ ഏറ്റുമുട്ടലുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പരമാവധി നാശനഷ്ടങ്ങൾ അഴിച്ചുവിടാൻ പ്രത്യേക സേനയുമായി പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ US നിർമ്മിതമാണ്, കൂടുതലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നത്. കൂടാതെ ഇന്ത്യയിലേതിനേക്കാൾ വളരെ വിപുലമായവയാണ് എന്നും പറയുന്നുണ്ട്. നൈറ്റ് വിഷൻ, സ്റ്റീൽ ബുള്ളറ്റുകൾ, സ്കോപ്പുകൾ മുതലായവയുടെ ഉപയോഗം അവയെ കൂടുതൽ കൃത്യതയുള്ളതും മാരകവുമാക്കുന്നുവത്രേ. ഇനി ചൈനയിലേക്ക് വരികയാണെങ്കിൽ 20 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ചൈനീസ് ആക്രമണം തടയാനുള്ള ലഡാക്കിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കുക ചൈനയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. ഈ കാരണങ്ങളാൽ ജമ്മു മേഖലയിലെ ആക്രമണങ്ങളെ ചൈന നേരിട്ടോ അല്ലാതെയോ പിന്തുണയ്ക്കുന്നുണ്ട്. ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ വിപുലമായ സൈന്യമുണ്ട് എങ്കിലും ഇന്ത്യയുടെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും രോഷം ചൈനയ്ക്ക് നേരിടേണ്ടി വരുമെന്നത് എടുത്തു പറയണം. ഇന്ത്യൻ സൈന്യത്തെ ചിതറിക്കുന്നത് അപ്പോൾ ചൈന എപ്പോഴും ഒരു അനുയോജ്യമായ കാര്യമായി കാണുന്നുണ്ട്. ഒരു പുതിയ മുന്നണി തുറക്കുന്നത് അവർക്ക് അനുയോജ്യമാണ്. എന്തായാലും ഇന്ത്യ ഭീകരവാദത്തെ തച്ചുടയ്ക്കുക തന്നെ ചെയ്യും. ശക്തമായ നീക്കങ്ങൾ തന്നെ അതിനെതിരെ നടത്തുകയും ചെയ്യും. എത്രത്തോളം ഭീകരർ ഇന്ത്യയെ തകർക്കാൻ, ഭീകരരെ പിന്തുണയ്ക്കുന്ന രാജ്യം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യ കൊടുക്കുക. അതിർത്തിയിൽ അണിനിരക്കുന്ന സൈനികർ മെച്ചപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്രതിരോധത്തിലൂടെ ശത്രുവിനെ തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും.